ആദി ഇന്നെ പോലെയല്ല, ഓൻ ഭയങ്കര ചൂടില. അവളെ സകല പൂതിയും ഓൻ തീർത്തു കൊടുത്തോളും. അത് പിന്നെ പറയല്ലേ എൻ്റെ അക്ക. ഇന്നലെ ആലിസ് വിളിച്ചിട്ടേ ആ വോയിസ് വിട്ടുകൊടുത്തിട്ട് അത് കേട്ടപ്പോണ്ടല്ലോ ഓന്റെ ദേഷ്യം ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് ഞാനെന്തെങ്കിലും കൂടി കഴിയുന്നത്ര കുടിച്ചു വെച്ചിട്ടാ ഓനൊന്ന് നിന്നിക്കണത്. അല്ലെങ്കിൽ കുഞ്ഞോളെ അവിടെ പോയി കൊന്നീന്ന് ഓനെ അത്രക്ക് ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഓളെ പെരേക്ക് ഓനെ മനഃപൂർവ്വം ഞാൻ പറഞ്ഞത് ഞാനും ഉമ്മയും കൂടി പോയിക്കോളാം, ഇജ്ജ് പോരണ്ടാന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഓളിടയിട്ടിട്ട് ഓനെ എന്തൊക്കെയാ ഓളെ കാട്ടിക്കൂട്ടാന്ന് ഓർക്കും പഠിച്ചോനക്കും തന്നെ അറിയണ്ടാവുള്ളൂ. അത്രക്ക് ദേഷ്യത്തിലാണ് ഓന്. ഈ സമയത്ത് ഓൻ നാട്ടിലുണ്ടായത് നന്നായി. ഉമ്മാന്റെ കാര്യം നല്ല ശ്രദ്ധിക്കണം കേട്ടോ സെൽമുവ. ബിപിയും ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല ശ്രദ്ധിക്കണം കേട്ടാ. അത് പിന്നെ പറയാണ്ടക്ക. ഇപ്പൊ പിന്നെ ഇപ്പാന്റെ ആലയം വിജയിച്ചിട്ട് അങ്ങനെ നടക്കും. ഇമ്മാന്റെ കാര്യത്തിലാണ് എനിക്ക് ആകെ വേജാറ്. ഇതറിഞ്ഞ മുതല് ഇമ്മാക്ക് ആകെ ഒരു അന്തമുട്ടലായിക്കണം. ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഒന്ന് കെട്ടടങ്ങുമ്പോത്തിന് അതിനും വല്ലതും കൂടുമെന്ന് എൻ്റെ പേടി. ഒക്കെ വരുത്തി വെച്ചങ്ങാണ്ട് ഓൾക്കിപ്പോ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയിട്ട് ഓളെവിടെ? ഓളോട് ഒന്നും സംസാരിക്കൂലെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ഇപ്പോഴെങ്കിലും മുണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒന്നും പറയാതിരുന്ന ഒരാങ്ങളെന്ന് പറഞ്ഞില്ലേ, എന്താ അർത്ഥമുള്ളത് ചോദിക്കാതിരുന്നാല്? ഇനിയിപ്പോ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ എന്താ കാര്യം? ഓളവിടെ റൂമിലുണ്ട്. വന്നേ മുതൽ റൂം അടിച്ചിരുന്ന് കരച്ചിൽ തന്നെ കരച്ചില്. ഓള് വളരെ കരച്ചിലും. ഈ ഫോൺ വളരെടുത്ത് കൊണ്ടുപോടുത്ത സെൽമുവ. ഫോണൊക്കെ കൊടുക്കാം, പക്ഷെ നിങ്ങളും കൂടി വല്ലാണ്ട് ഒച്ചയും വിളി ഉണ്ടാക്കാൻ നിൽക്കണ്ടിട്ടാ. ആവശ്യത്തിലും അപ്പുറവും ഞാൻ തന്നെ പറഞ്ഞിക്കണേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ നിക്ക് ഓളോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. നിങ്ങളും കൂടി ഓവറായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇജ്ജ് ഫോൺ അവൾക്ക് കൊടുക്ക്. ഇത് കൊടുക്കണില്ല. ഇങ്ങനത്തെ രണ്ടാണുങ്ങൾക്ക് പിന്നെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കുടിച്ചാൽ കിട്ടൂലല്ലോ. എന്തെങ്കിലും കണ്ട് കാട്ടിക്കൂടി. നിങ്ങളെ വലിയ കാക്കാന്റെ ഫോൺ. ഹലോ. എന്താ മോളെ കുഞ്ഞോളെ, ഇപ്പൊ മുതലിനോടുള്ള ആക്രാന്തൊക്കെ തീർന്നെ? വലിയ കാക്ക, ഞാന് സ്വന്തത്തിനെക്കാട്ടിയും ബന്ധത്തിനെക്കാട്ടിയും അനക്ക് സ്വർണ്ണായിരുന്നല്ലോ വലുത്. ഇപ്പൊ എന്തായി? പറ്റിപ്പോയി വല്യക്ക, ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. എല്ലാരെക്കൊന്നും ഒരുപാട് ഞാൻ കേട്ട്. കാക്കും കൂടി നിന്നെ ഒന്നും പറയല്ലേ. പറയാതെ പിന്നെ? പറയാത്ത സമയത്ത് പറയാത്തോണ്ടാ ജിങ്ങനെ തല തെറിച്ചു പോയത്. മനസ്സിലായ എനിക്ക്?